മറ്റു വാർത്തകളിലേക്കാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കോഴിക്കോട് ഫറോക്കിൽ ഭർത്താവിന്റെ വെട്ടേറ്റ ഭാര്യ മരിച്ചു. ഫറോക്ക് സ്വദേശി മുനീറയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ജബാറിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മുനീറയ്ക്ക് വെട്ടേറ്റത്. ലഹരി മരുന്ന് ഉപയോഗത്തിന് പണം ആവശ്യപ്പെട്ടത് നൽകാത്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. ജബാർ ലഹരിക്ക് അടിമയാണെന്നും നേരത്തെ സമാനമായ ആക്രമണം നടത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. കോഴിക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ഫറോക്കിൽ ഭർത്താവിന്റെ വെട്ടേറ്റാണ് ഭാര്യ മരിച്ചിരിക്കുന്നത്. ഫറോക്ക് സ്വദേശി മുനീറയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഭർത്താവിന്റെ വെട്ടേറ്റാണ് ഇവർ ചികിത്സയിലായത്. ഇങ്ങനെ ചികിത്സയിലിരിക്കലാണ് മുനീറ മരിക്കുന്നത്. സംഭവത്തിൽ ഭർത്താവ് ജബാറിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മുനീറയ്ക്ക് വെട്ടേറ്റിരുന്നത്. ലഹരി മരുന്ന് ഉപയോഗത്തിന് പണം ആവശ്യപ്പെട്ടത് നൽകാത്തതിനെ തുടർന്നായിരുന്നു ഈ ഭർത്താവ് ഭാര്യയെ വെട്ടിയത്. തുടർന്നായിരുന്നു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഭാര്യയായ മുനീറ മരിക്കുന്നത്. ജബാർ ലഹരിക്ക് അടിമയാണെന്നും നേരത്തെ സമാനമായ ആക്രമണം നടത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. കോഴിക്കോട് ഫറോക്കിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത എത്തുന്നത്. ഭർത്താവിന്റെ വെട്ടേറ്റ് ഭാര്യ മരിച്ചു എന്നൊരു വാർത്തയാണ് കോഴിക്കോട് നിന്നും എത്തുന്നത്. ഫറോക്ക് സ്വദേശി മുനീറയാണ് ഭർത്താവിന്റെ വെട്ടേറ്റ് മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുനീറ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ ഭർത്താവ് ജബാറിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ലഹരി മരുന്ന് ഉപയോഗത്തിന് വേണ്ടി ഭർത്താവ് ജബാർ പണം ആവശ്യപ്പെട്ടിരുന്നു. ഈ പണം നൽകാത്തതിനെ തുടർന്നാണ് ഭാര്യയായ മുനീറയെ ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ചത്. ജബാർ ലഹരിക്ക് അടിമയാണെന്നും നേരത്തെയും സമാനമായ ആക്രമണം ഭാര്യയ്ക്ക് നേരെ നടത്തിയിരുന്നതുമായൊക്കെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ചികിത്സയിലിരിക്കെയാണ് മുനീറ മരണമടയുന്നത്.